ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നിന്നും ശരണ്യ തയ്യാറായിട്ടുണ്ട്. ശരണ്യ, ഇന്ന് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യമാണ്. നിലവിൽ മഴയുണ്ടോ? എന്താണ്? അതിൽ നിലവിൽ കോഴിക്കോട് ഇന്നലെയും ഇന്നുമായി റെഡ് അലേർട്ട് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നല്ല മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലെ രാത്രിയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ എടുത്തു പറയണം, നിർത്താതെയുള്ള മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ ഉന്നതതലമായ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലയോര പ്രദേശത്തുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ പുഴയോരത്ത് ചേർന്ന് താമസിക്കുന്നവർ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. പിന്നെ പറയേണ്ടത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവരും കൂടുതൽ ജാഗ്രത പുലർത്തി തന്നെ പോകണം. കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നും രാവിലെ മുതൽ തന്നെ നിർത്താതെയുള്ള മഴയും ചില സ്ഥലങ്ങളിൽ ഇടവിട്ടുള്ള മഴയും നിലനിൽക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വില്യാപ്പള്ളി, വടകര വില്യാപ്പള്ളി പഞ്ചായത്തിൽ ഇന്നലെ തന്നെ കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി നിലവിൽ 19 കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെ അടക്കം 4 മരണങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നും രാവിലെയുമായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീഴുന്ന സാഹചര്യം, അതുപോലെ തന്നെ കോഴിക്കോട് മുക്കം ഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ അവധിയാണ്. മദ്രസ, ട്യൂഷൻ സെൻറ്റർ എല്ലാം ഒന്നും തന്നെ പ്രവർത്തിക്കരുത് എന്ന് കളക്ടർ പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടെ തന്നെയാണ് കോഴിക്കോട് നിന്നുള്ള ജനങ്ങൾ മുന്നോട്ട് പോകണമെന്നും അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആതിര. ശരി, വ്യക്തമാണ്. ശരണ്യയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.